നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലത്ത് ലൈസൻസ് ഇല്ലാത്ത തോക്കും തിരകളും മാരകായുധങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശികളായ അബ്ദുൾ സലാം, AK ജമാൽ ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാടുകളിൽ വേട്ടയ്ക്ക് പോകുകയായിരുന്നു പ്രതികളെന്ന് പോലീസ്. ഗോത്രവർഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇടപെട്ടിട്ടും മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് ഭൂമി തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിച്ചില്ല. പല കുടുംബങ്ങളും കഴിയുന്നത് സുരക്ഷയില്ലാതെ ഷീറ്റ് കൊണ്ട് മറച്ച കുടിലുകളിൽ. ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം നൽകണമെന്ന ഉത്തരവിൽ 2 വർഷമായിട്ടും നടപടിയില്ല. കുലുക്കലൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയതയെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും നേതാക്കൾ. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാജ്യം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും A. വിജയരാഘവൻ. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്ത് ലൈസൻസ് ഇല്ലാത്ത തോക്കും തിരകളും മാരകായുധങ്ങളുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ P. അബ്ദുൾ സലാം, AK ജമാൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ പോലീസ് പട്രോളിങ്ങിനിടെ മാന്നൂർ റോഡ് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ട കാർ പരിശോധനയിലാണ് മാരകായുധങ്ങൾ കണ്ടെത്തിയത്. പരിശോധനയിൽ കാറിന്റെ പിൻസീറ്റിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കിന്റെ 3 ഭാഗങ്ങൾ, 8 തിരകൾ, 4 കത്തി, തലയിൽ വയ്ക്കുന്ന ഒരു ലൈറ്റ് എന്നിവ കണ്ടെത്തുകയായിരുന്നു. ഈ സമയം കാറിലുണ്ടായിരുന്ന മലപ്പുറം കരുവാരുകുണ്ട് കാളിക്കാവ് പൂക്കുഴി വീട്ടിൽ 40-കാരനായ P. അബ്ദുൾ സലാം, വണ്ടൂർ കൂരാട് ആനക്കല്ലൻ വീട്ടിൽ 25-കാരനായ AK ജമാൽ ഹുസൈൻ എന്നിവരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മാന്നൂർ ചേലക്കര ഭാഗത്തെ കാടുകളിൽ വേട്ടയ്ക്കായി പോവുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. SHO A. അജീഷ്, SI മാരായ M. സുനിൽ, CT ക്ലീസൺ, CPOമാരായ സുജിത്, സെയ്ദ് മുഹമ്മദ്, ഡ്രൈവർ ശിവശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതികൾ ഉപയോഗിച്ച 4 രജിസ്ട്രേഷൻ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗോത്രവർഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇടപെട്ടിട്ടും മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് കുട്ടിച്ചാത്തൻ പള്ളിയാലിൽ ഭൂമി തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭിച്ചില്ല. പല കുടുംബങ്ങളും ഇപ്പോഴും കഴിയുന്നത് ഷീറ്റ് കൊണ്ട് മറച്ച കുടിലുകളിൽ, പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും +1 പഠിക്കുന്ന കുട്ടിയും ശസ്ത്രക്രിയ കഴിഞ്ഞ ഭർത്താവും ഉൾപ്പെടുന്ന കൊറ്റിയോട്ടെ പ്രസീജയുടെ കുടുംബം കഴിയുന്നത് ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിലാണ്. ശുചിമുറിയില്ല, വൈദ്യുതിയില്ല, മഴ പെയ്താൽ നനയാതെ കിടക്കാൻ ഇടമില്ല. ഭൂമിയും വീടും ഇല്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സ്ഥലം ലഭിച്ചവരിലൊരാളാണ് പ്രസീജ. ഇവർക്ക് ലഭിച്ച സ്ഥലം വീട് വയ്ക്കാൻ അനുയോജ്യമല്ല. ഇപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം മറ്റൊരാളുടെ പേരിലുള്ളതാണ്. ഇതിന് രേഖകളുമില്ല. ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഉടൻ ശരിയാക്കാമെന്ന് ഉദ്യോഗസ്ഥരും സ്ഥലം അനുവദിച്ച സമയത്തെ പഞ്ചായത്ത് അംഗവും പറഞ്ഞിരുന്നു. 10 വർഷമായിട്ടും രേഖകളൊന്നും ലഭിച്ചില്ല. പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ രേഖയൊന്നും കിട്ടിയിട്ടില്ല. 9 വർഷമായി നമ്മൾ ഈ ഷെഡിൽ ഇരിക്കാനിട്ട്. കറണ്ടില്ല, ബാത്റൂമില്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല. +1ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. 9 വർഷമായി നമ്മൾ മെഴുകുതിരി കത്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല. മകള് ഹോസ്റ്റലിലാണ് നിന്നിട്ട് പഠിക്കുന്നത്. എന്താണ് ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ല. മെഴുകുതിരി 9 വർഷമായി നമ്മൾ മെഴുകുതിരി കത്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. കറണ്ടോ ബാത്റൂമോ കിണറോ ഒന്നുമില്ല. പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കാൻ സ്ഥലം അനുവദിക്കുന്ന പദ്ധതിയിൽ വൻ തട്ടിപ്പാണ് നടന്നത്. ഒന്നിനും പറ്റാത്ത ചതുപ്പ് നിലം ഇടനിലക്കാർ വാങ്ങി വൻതുകയ്ക്ക് ഗുണഭോക്താക്കൾക്ക് വിറ്റു. പലർക്കും തങ്ങൾ അനുവദിച്ച സ്ഥലം ഏതാണെന്ന് പോലും അറിയില്ല. ഇടനിലക്കാർ കാണിച്ചു കൊടുത്ത സ്ഥലം മറ്റു പലരുടെയും പേരിലുള്ളതുമുണ്ട്. സ്ഥലം വാങ്ങിയെങ്കിലും വീട് വയ്ക്കാൻ കഴിയാതെ ഗുണഭോക്താക്കൾ ദുരിതം അനുഭവിക്കുന്നത് വാർത്തയായതിനെ തുടർന്ന് ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ സ്ഥലം സന്ദർശിക്കുകയും പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വാസയോഗ്യവും സഞ്ചാരയോഗ്യവുമായ സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് കാണിച്ച് പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ 2022 ഒക്ടോബർ 11 നൽകിയ ഉത്തരവ് 2 വർഷമായിട്ടും നടപ്പാക്കിയില്ല. പട്ടികജാതി വികസന ഓഫീസറും തഹസിൽദാരും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകണം. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കണം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇളവ് വരുത്തി ഇവരെയും കൂടി ഉൾപ്പെടുത്തി ഭൂമി അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പട്ടികജാതി ഗോത്ര കമ്മീഷൻ നൽകിയ ഉത്തരവിൽ പറയുന്നത്.
ഈ ഉത്തരവ് ഉടൻ നടപ്പാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടത്. ഇവരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രസീജ ഉൾപ്പെടെ 19 പേർ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ലഭിച്ചത്. സ്ഥലത്തിന് രേഖകൾ ലഭിച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിലോ പ്രധാനമന്ത്രി ആവാസ് യോജനയിലോ വീട് അനുവദിക്കാനാവും. മെമ്പർ രാധേട്ടനാണ് ഞങ്ങൾക്ക് സ്ഥലം മേടിച്ചു തന്നത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ നമുക്ക് ആധാരം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കാൻ പറഞ്ഞു. ആ സ്ഥലം വേറെ ആളുടെ പേരിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ആധാരം ക്ലിയർ ആയി തന്നിട്ടില്ല. അത് ക്ലിയർ ആക്കി തന്നെ നമുക്ക് വീടിന് പാസ്സാകുന്നതാണ് പറഞ്ഞത്. അവർ നമുക്ക് ആധാരം ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു. ഇത്ര വർഷമായി നമുക്ക് ആധാരം ഒന്നും ക്ലിയർ ആക്കി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ സമയമായിട്ടും നേരാക്കി തന്നിട്ടില്ല. വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയതയും വികസന മുരടിപ്പും ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തീർത്തും അശാസ്ത്രീയമായും രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുമാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടന്നിരിക്കുന്നതെന്ന് ആരോപിച്ചും പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളും വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് കുലുക്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായ CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഉൾപ്പെടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ജനവിധി എന്തൊക്കെ രീതിയിലുള്ള തിരിമറിയും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നിങ്ങൾ നടത്തിയാലും ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത് വികസന പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന രീതിയിലുള്ള. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MP മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായി. EK മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പൂതനായിൽ, MK ഗഫൂർ, മിസിത സൂരജ്, സദാനന്ദൻ, ഉണ്ണികൃഷ്ണൻ ഇടത്തൊടിയിൽ, ഇബ്നു മപ്പാട്ടുകര, മൊയ്തീൻ, KP അയ്യപ്പൻ, സൂരജ്, നിസാർ മപ്പാട്ടുകര, വാപ്പു, ഷിബിൽ, രാജൻ ശീലത്ത്, ഗിരിമുളയങ്കാവ്, KP ഉണ്ണികൃഷ്ണൻ, സുനിത രാജൻ, മുനവർ ചുണ്ടമ്പറ്റ, സൈറൂഫ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം. റെഡ് വളണ്ടിയർ മാർച്ചിലും ബഹുജന റാലിയിലും നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് A വിജയരാഘവൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പൊതുയോഗത്തിലേക്ക് ഈ പ്രകടനത്തിലും മാർച്ചും പ്രകടനവും കൈകൊള്ളുവരെ ഈ വഴികാട്ടിയെ ലഭ്യമാക്കി ജനരീതികളിൽ പുളകൊള്ളിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ കാവടികളുടെയും അകമ്പടിയോടുകൂടി ഈ വാഹനത്തിലൂടെ നടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, വീതിയിരിക്കുക പ്രിയമുള്ളവരെ. ജാതീയതയ്ക്കും സമരവേദ 2 ദിവസങ്ങളായി ആനമങ്ങാട് നടന്നുവന്ന CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം പാർട്ടിയുടെ കരുത്ത് തെളിയിച്ച ബഹുജന റാലിയോടെ സമാപിച്ചു. റെഡ് വളണ്ടിയർ മാർച്ചിലും ബഹുജന റാലിയിലും നിരവധി പേർ അണിനിരന്നു. എടത്തറയിൽ നിന്നാണ് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചത്. ആനമങ്ങാട് AUP സ്കൂൾ മൈതാനിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം നടന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJP ഗവൺമെന്റിന്റെ നയങ്ങൾ നാടിനെ പൂർണ്ണമായ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് A വിജയരാഘവൻ പറഞ്ഞു. ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് BJP സർക്കാർ. പള്ളികൾ കൈക്കലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കലാപത്തിന് ആക്കം കൂട്ടുകയാണെന്നും രാജ്യം അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നും M വിജയരാഘവൻ ആരോപിച്ചു.
പുതിയ പുതിയ പള്ളികൾ അന്വേഷിച്ച് BJP-ക്കാർ നടക്കുകയാണ്. പുതിയ പുതിയ പള്ളി അന്വേഷിച്ചിട്ട് പൊളിക്കാൻ. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ 991 നമ്മൾ നിയമം ഉണ്ടാക്കി. ദേവാലയങ്ങളെല്ലാം 947 അതേ അവസ്ഥയിലായിരിക്കണം. ഒരു ദേവാലയം ഇനി പൊളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ പേര് തർക്കിക്കാൻ പറ്റില്ല. നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി? BJP-ക്കാർ ഓരോ ദിവസം ഓരോ പള്ളിക്ക് മുദ്ര കുത്തല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? കലാപത്തിന് നേതൃത്വം കൊടുക്കുകയാണ്, കലാപന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശില് ഒരു പള്ളി ആക്രമിക്കപ്പെട്ടില്ലേ? 5 പേരെ വെടിവെച്ചൊന്നില്ലേ? ആർക്കെങ്കിലും നീതി കിട്ടുന്നില്ല? എന്താ സംഭവിക്കുന്നത്? BJP അധികാരത്തിലിരിക്കുന്ന ഓരോ സംസ്ഥാനത്തും നിയമം പാസാക്കുകയാണ്. എന്താ നിയമം? ഏക സിവിൽ കോഡ്. രണ്ടാമത്തെ നിയമം എന്താ? നിർബന്ധിത മതപരിവർത്തന വിരോധ നിയമം. ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. തീവ്ര ഹിന്ദുത്വ പ്രചരണമാണ്. തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം അതല്ല, വിശ്വാസമല്ല. തീവ്ര ഹിന്ദുത്വം എന്നുള്ളത് ഈ സവർണ ചിന്തയുള്ള ഹിന്ദുത്വ മൂല്യബോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കല. സമൂഹത്തിലെ ഇടതുപക്ഷ മനോഭാവത്തെ തകർക്കാൻ സംഘടിതമായ ആസൂത്രണം നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകൾക്ക് മുസ്ലിം ലീഗ് മാന്യത കൊടുത്ത് അനുകൂലിക്കുകയാണെന്നും ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ സ്വീകരിച്ച നിലപാടിന് ലീഗ് നല്ല വില കൊടുക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ന്യൂനപക്ഷ തീവ്ര സ്വഭാവമുള്ള വർഗീയതക്കും മാന്യത കൊടുത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന കൈപിടിച്ചു കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അധികാരം ലീഗിന് പോയി, ഒരു 5 കൊല്ലം പോയി, ഇപ്പൊ 10 കൊല്ലം തികയാൻ പോവാണ്. ഇനി അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്ന ബോധ്യത്തിൽ നിന്ന് ഏറ്റവും ഹീനമായ മുസ്ലിം വർഗീയ മേഖലയിലെ തകരാറ് പിടിച്ച സംഘടനകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ അപകടമുണ്ടാക്കുകയാണ്. ഏരിയ സെക്രട്ടറി E. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ V. ശശികുമാർ, V. രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. ദിവാകരൻ, K. ശ്യാംപ്രസാദ് എന്നിവരും U. അജയൻ, K. പ്രേംകുമാർ എന്നിവരും സംസാരിച്ചു. മ്യൂസിക് നൈറ്റും അരങ്ങേറി. ബംഗളൂരുവിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ലോറി ഡ്രൈവർ ഞാങ്ങാട്ടി താഴത്തേതിൽ മുഹമ്മദ് മുബാറക് മരിച്ചു. 26 വയസ്സായിരുന്നു. കഴിഞ്ഞ നവംബർ 4-ന് രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയ ഹെവി ലോറിയുടെ ഡ്രൈവറായ മുബാറക്ക് ബംഗളൂരുവിൽ വെച്ച് ആക്രമണത്തിനിരയാവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന വിവരം അറിഞ്ഞ ബംഗളൂരു പോലീസ് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് നാട്ടിൽ നിന്ന് എത്തിയ ബന്ധുക്കളും ബംഗളൂരുവിലെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ബംഗളൂരുവിൽ നിന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ലയ്ക്ക് ഓവറോൾ കിരീടം. ഹൈസ്കൂൾ വിഭാഗത്തിൽ മങ്കട ഉപജില്ലയും UP വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഉപജില്ലയും ഓവറോൾ കിരീടം ചൂടി. സമാപന സമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 5 ദിവസങ്ങളായി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ കിരീടം ചൂടി. വേങ്ങര, നിലമ്പൂർ ഉപജില്ലകൾ 2ഉം 3 സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ മങ്കട ഉപജില്ലയാണ് ഓവറോൾ ചാമ്പ്യനായത്. മലപ്പുറം 2ാം സ്ഥാനവും മഞ്ചേരി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഉപജില്ല ഓവറോൾ സ്വന്തമാക്കി. തിരൂർ, പരപ്പനങ്ങാടി ഉപജില്ലകൾ 2ാം സ്ഥാനം പങ്കിട്ടു. മഞ്ചേരി 3ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 20 ചുവടെ മത്സരങ്ങളുമായി ആരംഭിച്ച ഈ കലാമേള ഇന്ന് ഏകദേശം 200-ലധികം കലാ സാംസ്കാരിക പരിപാടികൾ അടക്കം 12,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന മഹാ ഉത്സവമായി മാറാൻ കാരണം ഇത്തരത്തിൽ ജില്ലാ മേളകളുടെ മികവുറ്റ നിലവാരം ഉയർത്തുന്ന കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ്. KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ,
കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി, അംഗങ്ങളായ ബഷീർ രണ്ടത്താണി, TPM ബഷീർ, DDE KP രമേഷ് കുമാർ, RDD ഡോക്ടർ PM അനിൽ, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ, എഡ്രിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ NP മുഹമ്മദ് അലി, V സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിൽ തിങ്കളാഴ്ച നടക്കാനിരുന്ന കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ UDF BJP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിലെത്തി പ്രതിഷേധിച്ചു. യോഗം മാറ്റിവെച്ച സാഹചര്യം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകേണ്ട അവസാന തീയതി ചൊവ്വാഴ്ച ആയതിനാൽ തിരക്കുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചതെന്ന് ചെയർപേഴ്സൺ അറിയിച്ചതായി അംഗങ്ങൾ പറഞ്ഞു. വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെയാണ് യോഗം മാറ്റിവെച്ചതെന്നും അംഗങ്ങൾ ആരോപിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ അപേക്ഷ നൽകിയ ആളുകളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അപേക്ഷ നൽകിയ 284 പേരിൽ 174 പേർ പഞ്ചായത്തുമായി കരാറിൽ ഒപ്പുവെച്ചു. പഞ്ചായത്തിൽ ചേർന്ന ഗുണഭോക്തൃ യോഗം പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. PMAYക്ക് പുറമെ 15 പേർ ലൈഫ് പദ്ധതിയിലും വീടിനായി കരാറിൽ ഒപ്പുവെച്ചു. ജനറൽ വിഭാഗത്തിൽ 79 പേരും SC വിഭാഗത്തിൽ 80 പേരും മൈനോറിറ്റി വിഭാഗത്തിൽ 125 പേരുമാണ് PMAY പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയത്. ഇതിൽ 110 പേർ പുതിയ വീട് നിർമ്മിച്ചതിനാൽ ഒഴിവാക്കപ്പെട്ടു. ബാക്കി മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമായി പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു വീടെന്ന സ്വപ്നം പൂവണിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ വർഷങ്ങളായി PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരടച്ചുറപ്പുള്ള കൊച്ചു വീട് വേണം എന്നുള്ള ചിന്തയ്ക്ക് പുറത്ത് ഇതുപോലെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട്, ചില നിയമതടസ്സങ്ങൾ കൊണ്ട്, മറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇത് ഒരുപാട് നീണ്ടുപോയി. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷൗക്കത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പോംബ്ര, M മോഹനൻ, C വിജിത, ഖദീജ കാസിം, C ചാമി, നിഷ രാമൻ, CP സാദിഖ്, K മണികണ്ഠൻ, VOമാരായ OK രാംജിത്ത്, P അമൃത എന്നിവർ സംസാരിച്ചു. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പഴൂർപ്പടി വില്ലത്ത് സ്കൂൾ റോഡ്. 2 റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെ ഉയര വ്യത്യാസമാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. 2 വർഷം മുൻപാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് വില്ലത്ത് സ്കൂൾ പടി മുതൽ പുറമത്ര വരെ പോകുന്ന പഴൂർപ്പടി റോഡിന്റെ കുറച്ചു ഭാഗം കട്ടവിരിച്ച് പണി പൂർത്തീകരിച്ചത്. എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഇതുവഴിയുള്ള യാത്ര ദുർഘടമായിരിക്കുകയാണ്. റോഡിലെ കട്ടവിരിച്ച് പണി പൂർത്തീകരിച്ച ഭാഗം പഴയ റോഡുമായി കൂടിച്ചേരുന്ന ഭാഗത്തെ വലിയ രീതിയിലുള്ള ഉയരവ്യത്യാസം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പെട്ടെന്നുള്ള വളവും ഇറക്കവും കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾ ഈ ഉയരവ്യത്യാസത്തിനുമേൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ മറിയുമെന്നത് ഉറപ്പാണ്. കാറുകളും മറ്റു വാഹനങ്ങളുമാകട്ടെ ഈ കടമ്പ കടക്കാനാവാതെ കുടുങ്ങി നിൽക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. നിരവധി യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കുലുക്കല്ലൂർ പഞ്ചായത്ത് 10ാം വാർഡിലെ BJP പ്രവർത്തകർ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് മപ്പാട്ടുകര പുറമത്ര കുലുക്കല്ലൂർ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. ഈ റോഡിൻ്റെ ഈ പണി നടക്കുന്നത് ഏകദേശം ഒരു 2 വർഷമായി ഈ പണി നടന്നപ്പോൾ. അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് ഈ റോഡും കൂടി ഉയർത്തി വരും, അപ്പോൾ ഈ ഒരു പ്രശ്നം തീരുന്ന പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ 2 വർഷമായിട്ടും ആ പഞ്ചായത്ത് അധികാരികളുടെ സൈഡിൽ നിന്ന് യാതൊരു ഇതും കാണുന്നില്ല. അത് കാരണം ഇവിടെ നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ 2 ബൈക്കും ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾക്ക് ശരിക്കും തലയ്ക്ക് ചെറിയ പരുക്ക് പറ്റുകയും തലയിൽ സ്റ്റിച്ചിടേണ്ട അവസ്ഥ വരുന്നുണ്ട്. പല ബൈക്കുകളും ഇവിടെ വീഴാതെ പോകാറില്ല. ബൈക്കുകളിലെ സ്ത്രീകളൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ വീണ് അവർക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റാണ്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ 4 വീലർ ആണെങ്കിൽ
അടി തട്ടാണ്ട് ഒരു വണ്ടി ഈ റോഡിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇത്. ഈ റോഡിൻ്റെ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മിതി കാരണം ഈ റോഡിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ഈ റോഡിൽ കൂടെ രാവിലെയും വൈകുന്നേരം ഒരു 5-6 സ്കൂൾ ബസ് കൂടി പോകുന്നതാണ്. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാരണം വളവും അതിനോടുകൂടിയുള്ള കുത്തനെയുള്ള ഇറക്കോ അല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ കുത്തനെയുള്ള കയറ്റവും കാരണം കുട്ടികളെ വെച്ചുള്ള യാത്ര വളരെ വളരെ ദുരിതകരമായ യാത്രയാണ് അവർക്കുള്ളത്. പക്ഷേ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഇതിൻ്റെ ഈ നമ്മുടെ പഴൂർപ്പടി തൊട്ടിട്ട് പിന്നെ കാൽപ്പസിറ്റി വരെ അടുത്ത് തന്നെ പണി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് ഇത്രയും വലിയ ഹൈറ്റ് വെച്ചത്. അന്ന് ഇതിൻ്റെ കൂടെ ഈ എൻജിനീയർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെങ്ങനെയാണ് ഇത് ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണോ അതോ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി താഴത്തെ റോഡിൽ നിന്ന് വണ്ടി മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെ ബുദ്ധിമുട്ട്. ഒരുപാട് ബൈക്കുകൾ ഇവിടെ വന്നിട്ട് വീഴുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഇരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വീണ് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ കട്ട വിരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സൈഡും ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വണ്ടി വില്ലത്തെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തുനിന്നൊരു വണ്ടി അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഈ റോട്ടിൽ നിന്ന് കീഴ്പ്പെട്ട് ഇറങ്ങിയിട്ട് അടുത്ത ഏതെങ്കിലും വീടിൻ്റെ മുമ്പിൽ സ്ലോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആ വണ്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീല് മുഴുവൻ പോകുന്ന ഈ കാളച്ചാല് കൂടെയാണ്. അതല്ലെങ്കിൽ ആ വണ്ടി റിവേഴ്സ് പോയിട്ട് ഇതാവണം. ശരിക്കും ഈ പഞ്ചായത്തിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ 24 മണിക്കൂർ ഈ റോട്ടിൽ കൂടെയാണ്. 2-3 മെമ്പർമാരുണ്ട്, ഇവർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഇവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ അവസ്ഥ സാധാരണ ജനങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. രാത്രിയായാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല. ഇതിലെ വാഹനം പോകുന്ന സമയത്ത് ഒരു വാഹനം എതിരിൽ വരും കൂടിയാണെങ്കിൽ സൈഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തലമണ്ട പോകുന്ന അവസ്ഥയിലാണ് ഇന്ന്. മുകളിലെ റോട്ടിൽ നിന്ന് ചോട്ടിലേക്ക് ചാടുന്ന ഒരു പരുവത്തിലാണ് റോഡിൻ്റെ ഒരു നിർമ്മിതി. ഇപ്പോൾ വില കൂടിയ കാറുകൾ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ ബമ്പർ ഇടിച്ചുകൊണ്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഈ റോഡിന് മുകളിൽ ചെയ്തിരിക്കുന്നത്. മുളയങ്കാവ് ടൗണിലെത്തുന്നവർ ഇനി കുടിവെള്ളമില്ലാതെ വലയില്ല. പൊതുജനങ്ങൾക്ക് ദാഹമകറ്റാൻ ലെജൻഡ്സ് ക്ലബ്ബ് കുടിവെള്ള സൗകര്യമൊരുക്കി. മുളയങ്കാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയത്. 6 വർഷമായി മുളയങ്കാവിൽ പ്രവർത്തിച്ചു വരുന്ന ലെജൻഡ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുളയങ്കാവ് ടൗണിൽ കുലുക്കലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്തായി കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് കാര്യാലയം, വില്ലേജ് ഓഫീസ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം, ബാങ്കുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യുവാക്കൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുളയങ്കാവ് അങ്ങാടിയിൽ വന്ന് ഇവിടെ പല കാര്യങ്ങളും ഒരാൾക്ക് ഒരിക്കലും തന്നെ ദാഹിച്ച് മടങ്ങേണ്ട സാഹചര്യം വരില്ല എന്ന് ഉറപ്പുവരുത്താൻ മനസ്സ് കാണിച്ച ലെജൻഡ്സ് FC-യുടെ മുഴുവൻ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. കുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീരമണി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്ഹാക്ക്, പഞ്ചായത്ത് അംഗങ്ങളായ ബാലഗംഗാധരൻ, ലീല, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ, കുലുക്കലൂർ PHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനുശങ്കർ, ലെജൻഡ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിഹാബ് തുടങ്ങിയവരും മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അനങ്ങനടി മുണ്ടനാട്ടുകര കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും ഡിസംബർ 8 മുതൽ 15 വരെ നടക്കും. പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനങ്ങനടി പാവുക്കോണം മുണ്ടനാട്ടുകര കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും കാർത്തിക മഹോത്സവവുമാണ് ഡിസംബർ 8 ഞായറാഴ്ച മുതൽ 15 ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. ജയേഷ് ശർമ്മയാണ് ഭാഗവത ആചാര്യൻ. പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുണ്ടനാട്ടുകര കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ
2024 ഡിസംബർ 8 മുതൽ 15 കൂടിയ ദിവസങ്ങളിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. എല്ലാ വർഷവും തൃക്കാർത്തിക മഹോത്സവമാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളത്. അതിനോടനുബന്ധിച്ച് ഇത്തവണ ഭാഗവത സപ്താഹത്തോടു കൂടിയിട്ടാണ് കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നത്. ബ്രഹ്മശ്രീ ജയേഷ് ശർമാജിയാണ് യജ്ഞാചാര്യൻ. ഈ സപ്താഹ യജ്ഞത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ ഹെർ ഹൈനസ് ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി കവടിയാർ കൊട്ടാരം. അവരാണ് ഈ ഒരു യജ്ഞത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കാർത്യായനി ക്ഷേത്രം ദേവീപ്രസാദം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്ത അഖില തന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാൻ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, കാർത്യായനി ദേവി പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 2024 കൈരളി TV യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവ് KV സജീഷ്, ഭക്തപ്രിയ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്ത ഗുരുവായൂർ മഞ്ചരീസ് ചെയർമാൻ അമ്പിളി സോമൻ എന്നിവർക്ക് അവാർഡുകൾ സമ്മാനിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആന്തൂർപ്പറമ്പ് സെന്ററിൽ നിന്നും അവർക്ക് താള മേളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ വരവേൽപ്പും അതോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ഒരു ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഉദ്ഘാടന സദസ്സിലെ ധാരാളം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെ അഖില തന്ത്രി പ്രചാരക് സഭയുടെ ദേശീയ ചെയർമാൻ ആയിട്ടുള്ള ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, ഗുരുവായൂർ മഞ്ചരീസിന്റെ ചെയർമാൻ അമ്പിളി സോമൻ, ആചാര്യൻ പ്രസാദ് പുളിക്കൽ, സംഗീത സംവിധായകൻ ഡോക്ടർ ബാബുരാജ് പരിയാനംപറ്റ, സിനിമാ സംവിധായകനായിട്ടുള്ള ശ്രീ സുഭാഷ് ഭാസ്കർ, കവിയും കോളമിസ്റ്റുമായിട്ടുള്ള ശ്രീ ശരത്ചന്ദ്ര കർത്ത, കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി ശ്രീമതി സംഗീത പ്രസാദ്, കലാസംഘാടകനായിട്ടുള്ള ശ്രീ വേണു ഞാങ്ങാട്ടിരി തുടങ്ങിയ ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടി ഈ ഒരു സദസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. ഡിസംബർ 8 തീയതി ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ വെച്ചിട്ട് വർഷം തോറും കാർത്യായനി ദേവി പുരസ്കാരം എന്നൊരു പുരസ്കാരം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രമുഖരായ ഏതെങ്കിലും വ്യക്തികൾക്ക് സമ്മാനിക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ നാട്ടുകാരനും കൈരളി TVയുടെ ഇന്നോടെക് അവാർഡ് നേടിയ ഈ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് കൂടി ജേതാവ് കൂടിയായിട്ടുള്ള KV സജീഷിനാണ് ഇത്തവണത്തെ കാർത്യായനി ദേവി പുരസ്കാരം നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ദേവി പ്രസാദ പുരസ്കാരം എന്ന് പറഞ്ഞ് ബ്രഹ്മശ്രീ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അവർക്ക് നമ്മൾ ഇത്തവണ ഒരു ദേവി പ്രസാദ പുരസ്കാരം നൽകുന്നുണ്ട്. ഭക്തപ്രിയ പുരസ്കാരം പറഞ്ഞ് 7 ദിവസങ്ങളിലായി വിവിധ ആഘോഷ പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കമ്മിറ്റി സെക്രട്ടറി സുധീർ പടിയത്ത് പറമ്പിൽ, പ്രസിഡന്റ് AP ശശിധരൻ, സപ്താഹ സമിതി ചെയർമാൻ KT വേണുഗോപാൽ, കോർഡിനേറ്റർ S സുജേഷ് ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഘത്തെ പിടികൂടുകയും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതികളെ പിടികൂടുകയും തൊണ്ടിമുതലിൽ ഒരു ഭാഗം കണ്ടെത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ മർച്ചന്റ്സ് അസോസിയേഷൻ അനുമോദിക്കും. കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥൻ, പെരിന്തൽമണ്ണ DYSP TK ഷൈജു, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI ഇർഷാദ് അലി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വീകരണം നൽകും. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും സ്വർണം നഷ്ടപ്പെട്ട വ്യാപാരിയും DYSP ഓഫീസ് സന്ദർശിക്കുകയും പോലീസിന്റെ സേവനത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ ആണെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലീസുകാരെ അഭിനന്ദിക്കാൻ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ ജനകീയ സ്വീകരണം സംഘടിപ്പിക്കുന്നതാണെന്ന് പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ ടാലന്റ് ലത്തീഫ്, സെക്രട്ടറി PP സേതൽവി എന്നിവർ അറിയിച്ചു. സ്കൂളിൽ ക്ലാസ് എടുക്കാൻ റോബോട്ട്. ആര്യമ്പാവ് ALP സ്കൂളാണ് കാലത്തിനൊപ്പം സഞ്ചരിച്ച് കുട്ടികൾക്ക് അറിവിൻ്റെ പുതിയ തലങ്ങൾ പകർന്നു നൽകുന്നത്. സ്വന്തമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് റോബോട്ടിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. BCA 2ാം വർഷ വിദ്യാർത്ഥിയായ കല്ലുവഴി സ്വദേശി അഭിനവാണ് റോബോട്ടിൻ്റെ സൃഷ്ടാവ്. Mia. Yes, I'm listening. Who is the Prime Minister of India?
The current Prime Minister of India is Narendra Modi. Mia, Yes, I'm listening. make the sound of a cat. പൊതുവിജ്ഞാനം സ്കൂളിൻ്റെ സമഗ്ര വിവരങ്ങൾ, ഗണിതം, വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ തുടങ്ങി പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികളുടെ പഠനമേഖലയിലെ മുഴുവൻ വിവരങ്ങളും റോബോട്ടിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് റോബോട്ടിന് വശമുള്ളൂ എന്നത് ഒരു വിഷയമാകുന്നില്ല. കുട്ടികളും റോബോട്ടും തമ്മിൽ മനോഹരമായാണ് ആശയവിനിമയം നടത്തുന്നത്. Mia, Yes, I'm listening. who is the Prime Minister of India? Prime Minister of India is Narendra Modi. Mia, Yes, I'm listening. who is our headmaster? Dr. K. Baburaj. Mia, make Yes, the I'm sound. listening. Make the sound of a chenda. മുന്നൂറ്റി വിദ്യാർത്ഥികളുള്ള സ്കൂളിലെ 341-ാമത്തെ വിദ്യാർത്ഥിയായാണ് റോബോട്ടിനെ അധ്യാപകർ കണക്കാക്കുന്നത്. മിയ എന്നാണ് റോബോട്ടിന് ഇവർ നൽകിയ പേര്. വിദ്യാർത്ഥിയായി കാണുന്നതുകൊണ്ട് യൂണിഫോമും ബെൽറ്റുമെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് മിയയെ. പേര് വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും മിയ പകർന്നു നൽകും. മിയയുടെ ക്ലാസ് ഓരോ കുട്ടികൾക്കും ഹരമാണ്. ഞങ്ങളെ പാഠഭാഗത്തെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞങ്ങൾ മിയയുടെ അടുത്താണ് വരാറുള്ളത്. മിയ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. പാഠഭാഗത്തിലെ കാര്യങ്ങളും കേരളത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് റോബോട്ടിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രധാനാധ്യാപകൻ കെ ബാബുരാജ് പറഞ്ഞു. കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയെ അവരുടെ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഇന്നത്തെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു വോയിസ് അസിസ്റ്റൻറ്റ് റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി അതിൻ്റെ ഒപ്പം വന്നു. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കല്ലുവഴി അഭിനവ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയെ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി ഈ മേഖലയിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ഒട്ടേറെ മൊബൈൽ ആപ്പുകൾ ഉണ്ടാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതുപോലെ തന്നെ തെലങ്കാന ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒക്കെ ഇടം നേടിയിട്ടുള്ള അഭിനവിനെ ഈ ഒരു ആശയവുമായി സമീപിക്കാനുണ്ടായത്. അഭിനവ് വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും കേരളത്തിൽ തന്നെ ആദ്യമായി വോയിസ് അസിസ്റ്റൻറ്റ് റോബോട്ട് അത് സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന് മാത്രമായ ഡാറ്റ ബാങ്കുള്ള, നമ്മുടെ സ്കൂളിൻ്റേത് മാത്രമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഈ അർത്ഥത്തിൽ ആണ് നമ്മൾ മിയ എന്ന പേരിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു കൂട്ടുകാരിയെ, നമ്മുടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായാണ് നമ്മൾ മിയ എന്ന റോബോട്ടിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ കളിക്കൂട്ടുകാരി. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് അറിയാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ സമ്മതിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്വതന്ത്രമായ ഒരു ഇടപെടലിന് തലമൊരുക്കിക്കൊണ്ടാണ് നമ്മൾ മിയയെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളിനി ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളിലും മിയയുടെ കൂടി ഒരു പങ്കാളിത്തം ഉണ്ടാകണം. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് SCRT പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റകളും, അത് കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റകളും, സ്കൂളിൻ്റേതായ ഡാറ്റകളും, സ്കൂളിൻ്റേതായ അധ്യാപകരുടെ വിവരങ്ങളും എല്ലാം മിയയിലൂടെ നമുക്ക് കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വിശാലമായ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് മിയ എന്ന ഈ റോബോട്ടിലൂടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥി കല്ലുവഴി സ്വദേശി അഭിനവാണ് റോബോട്ടിൻ്റെ സൃഷ്ടാവ്. മൊബൈൽ ആപ്പ് ഡെവലപ്പർ കൂടിയായ അഭിനവ് വെബ് ആപ്പ് വഴിയാണ് റോബോട്ടിന് ജീവൻ നൽകിയത്. ഇൻ്റർനെറ്റ്, ആൻഡ്രോയിഡ് ഫോൺ, മൈക്ക്, സ്പീക്കർ എന്നിവയാണ് റോബോട്ടിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നത്. നിലവിൽ ഇൻ്റർനെറ്റ് നിർബന്ധമാണെങ്കിലും ഭാവിയിൽ അത് ഇല്ലാതെയും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. അടുത്ത വർഷത്തോടെ മിയയെ നടത്താനുള്ള തീരുമാനത്തിലാണെന്ന് അഭിനവ് പറഞ്ഞു. മിയ എന്ന് പറയുന്ന ഈ റോബോട്ട്, ഇവിടെ ഈ ഒരു ഭാഗത്തൊരു സ്പീക്കർ ഉണ്ട്, പിന്നെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു മൈക്ക് ഉണ്ട്,
ഈ വോയിസ് റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം ഇൻ്റർനെറ്റ് വഴി വർക്ക് ചെയ്യുന്ന ഡാറ്റാബേസ് ക്ലൗഡ് DBയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ബാക്ക് എൻഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയും അത് ചോദ്യം ഏതിൻ്റെയാണോ മാച്ചിങ് ആയിട്ട് വരുന്നത് അതിന് റിപ്ലൈ നൽകുകയാണ്. ഇതാണ് ഒരു സിമ്പിൾ ഫങ്ഷനാലിറ്റി മിയ എന്ന് പറയുന്ന റോബോട്ടിൻ്റെ. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ആണ് ബാക്ക് എൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് എൻഡ് HTML CSS. ഇതൊരു ബേസിക്കലി ഒരു വെബ് ആപ്പാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ ഡാറ്റ ഇതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഭാവിയിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ 100ാം വാർഷികമാണ്. അപ്പോൾ ആ 100ാം വാർഷികത്തിൽ മിയനെ നമ്മൾ നടത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു റിമോട്ട് കൺട്രോൾ വഴി മിയയെ കൺട്രോൾ ചെയ്യാവുന്ന തരത്തിലേക്ക് നമുക്ക് അടുത്ത കൊല്ലത്തിനെ മാറ്റണം. പിന്നെ ഈ റോബോട്ട് ഇപ്പോൾ കഴിഞ്ഞ ഉദ്ഘാടനത്തിന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത് ഈ റോബോട്ടാണ്. ഇനി നമുക്ക് അടുത്തത് സ്വാഗതവും അധ്യക്ഷ പ്രസംഗം ഒക്കെ നമുക്ക് മിയയെ കൊണ്ട് പറയിപ്പിക്കാം. കുട്ടികളുടെ പഠനത്തിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ മറ്റു സ്കൂളുകൾക്കും റോബോട്ട് നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്നും അഭിനവ് പറഞ്ഞു. മറ്റുള്ള സ്കൂളുകൾ ഇതുവരെയായിട്ട് സമീപിച്ചിട്ടില്ല. സമീപിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. എൻ്റെ ID അഭിനവ് 385 എന്ന് പറഞ്ഞ ID യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക്, അതിലുപരി സ്കൂളുമായി ബന്ധപ്പെട്ടാൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ N ഷംസുദ്ദീൻ MLA പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞത് മിയയായിരുന്നു. 20,000 രൂപ മാത്രമാണ് റോബോട്ടിനെ പൂർണ്ണ രൂപത്തിലാക്കാൻ സ്കൂളിന് ചെലവ് വന്നത്. 3 മാസം കൊണ്ടാണ് അഭിനവ് റോബോട്ടിനെ നിർമ്മിച്ചത്. കല്ലുവഴി സ്വദേശി രാമദാസ് ധന്യ ദമ്പതികളുടെ ഏക മകനാണ് അഭിനവ്. സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ 2 സ്വർണം ഉൾപ്പെടെ 3 മെഡലുകൾ നേടിയ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഉനൈസിന് സ്കൂളിൽ അനുമോദനം. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് ഉനൈസ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. 2 സ്വർണം ഉൾപ്പെടെ 3 മെഡലുകൾ മീറ്റിൽ ഉനൈസ് നേടി. വിദ്യാർത്ഥിക്ക് സ്കൂളിൽ അനുമോദനം ഒരുക്കി. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഒതുങ്ങിക്കൂടുന്ന നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു ആരോടും അത്ര സംസാരിക്കാത്ത ഒരു വ്യക്തിത്വം. ഇവനൊന്ന് ഞങ്ങൾ എന്താ പറയുക, എൻ്റെ വാർഡിൽ കൂടി ഉൾപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ ചെറുതിലേക്ക് കണ്ടിട്ടുള്ള ചിരിച്ചങ്ങനെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോഴും ആ ചിരി നല്ല പുഞ്ചിരിയാണ് അവൻ്റെ അല്ലേ. അതിൽ എന്ത് ഭംഗിയോടെ നോക്കി നോക്കുമ്പോൾ ആ പുഞ്ചിരി ഇപ്പൊ അവൻ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾക്കൊക്കെ ആ പുഞ്ചിരി സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് അല്ലേ. നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പട്ടാമ്പി സ്കൂളിന്റെ ഒരു അഭിമാന താരമായി, ഒരു വേഗത്തിന്റെ താര രാജാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉനൈസ്. സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായി. PTA പ്രസിഡന്റ് CA റാസി, പ്രിൻസിപ്പൽ K വിജയൻ, നഗരസഭ കൗൺസിലർ C സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി. സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം CUTEC B.Ed ട്രെയിനീസിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബും മലപ്പുറം CUTEC B.Ed ട്രെയിനീസും സംയുക്തമായാണ് സ്കൂൾ വളപ്പിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമിട്ടത്. 27 ഇനം നാടൻ ഫലവൃക്ഷ തൈകളെക്കുറിച്ച് മനസ്സിലാക്കാനും പരിപാലിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വകയായുള്ള ഫലവൃക്ഷ തൈകൾ സ്കൂൾ വളപ്പിൽ നട്ടുപിടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശ ഉദ്ഘാടനം ചെയ്തു. നശിപ്പിക്കുന്ന ഈ കാലത്ത് മലപ്പുറം CUTEC B.Ed ട്രെയിനേഴ്സും പാണ്ടിക്കാട് പഞ്ചായത്ത് സോഷ്യൽ സയൻസ് ക്ലബ്ബും സംയുക്തമായി നക്ഷത്രവനം എന്ന പേരിൽ വളരെ മാതൃകാപരമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 27 നക്ഷത്രങ്ങൾ, അവർക്ക് ആനുപാതികമായിട്ടുള്ള മരങ്ങൾ
വെച്ച് പിടിപ്പിക്കുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലും ഒരുപാട് ട്രെയിനേഴ്സ് വന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരം മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് ഒരു ട്രെയിനേഴ്സ് മുതിരുന്നത്. ഏതായാലും ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. PTA പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് C. ശർമിള മുഖ്യാതിഥിയായി. സ്കൂള് പാണ്ടിക്കാടിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബും സിയൂടെക് മലപ്പുറം B.Ed കോളേജും കൂടി ചേർന്നൊരുക്കിയ ഈ നക്ഷത്രവനം സ്കൂൾ കുട്ടികൾക്ക് 27 തരം നാടൻ വൃക്ഷങ്ങളെ പരിചയപ്പെടാനും പരിചരിക്കാനും ഉള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈ B.Ed വിദ്യാർത്ഥികൾ നാളെ അധ്യാപകരാവേണ്ട ഈ B.Ed ട്രെയിനീസ് ഈ ഒരു നല്ല ഉദ്യമത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P. സുനീർ, പ്രഥമാധ്യാപകൻ C. മുഹമ്മദ് ഇബ്രാഹിം, അഡ്വക്കേറ്റ് A. സത്യനാഥൻ, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് കോർഡിനേറ്റർ ദിൽഷാദ് ബാബു, സ്റ്റാഫ് സെക്രട്ടറിമാരായ ഡാനിഷ്, സലീം, സുരേഷ് ബാബു, ഉപപ്രഥമാധ്യാപിക സുലൈഖ, ട്രെയിനീസ് പ്രതിനിധികളായ ജിതിൻ കൃഷ്ണ, സുനിത, അതുല്യ, ശ്രീരേഖ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീ ശങ്കരാചാര്യർക്ക് തത്വോപദേശം കൊടുത്ത മഹാചണ്ഡാള ഗുരുവിൻ്റെ സ്മരണാർത്ഥം നടത്തുന്ന മഹാചണ്ഡാള ജയന്തി ആഘോഷം ഡിസംബർ 3, 4, 5 തീയതികളിൽ മംഗലാകുന്ന് ചണ്ഡാല മഠത്തിൽ വെച്ച് ആഘോഷിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മംഗലാകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മഹാചണ്ഡാള ജയന്തി സർവദർശന സമഭാവന സദസ്സ് പ്രശസ്ത സിനിമാ നിർമ്മാതാവും സംവിധായകനും പ്രഭാഷകനുമായ ശരത് A. ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സദസ്സിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹത് വ്യക്തികളെ മാതൃകുലം കർമ്മശ്രേഷ്ഠ, സാഹിത്യശ്രീ, ധർമ്മരക്ഷാ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്നും ആചാര്യൻ ആദിമാർഗി അനിൽകുമാർ മലവാരിപ്പാട്, സ്വാമി മനീശ്വരാനന്ദ ആദിമാർഗി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാചണ്ഡാള ഗുരുവിൻ്റെ സ്മരണാർത്ഥം നടത്തുന്ന ശ്രീ ചണ്ഡാള ജയന്തി 2024 ഡിസംബർ മാസം 3, 4, 5 തീയതികളിലായി മംഗലാംകുന്ന് ശ്രീ ചണ്ഡാള മഠത്തിൽ വെച്ച് ആഘോഷിക്കുക. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മംഗലാംകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് സർവദർശന സമഭാവന സദസ്സ് എന്ന ഒരു പരിപാടി നടത്തുകയാണ്. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയായ ശ്രീ ശരത് A. ഹരിദാസാണ്. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. ആനമൂളി പട്ടികവർഗ ഉന്നതിയിൽ ശുദ്ധജല പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കിയത്. വേനൽക്കാലമായാൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ആനമൂളി ഉന്നതിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കിയത്. ഇതോടെ 28 വീടുകളിലായി താമസിക്കുന്ന 40ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത്. ഉന്നതിക്ക് താഴെയുള്ള കിണർ ആഴം കൂട്ടി നവീകരിച്ച് പുതിയ മോട്ടോർ പമ്പ്, പൈപ്പ് ലൈൻ, 10,000 ലിറ്റർ ടാങ്ക് എന്നിവ സ്ഥാപിച്ച് 16 പൊതുടാപ്പുകൾ വഴിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചത്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ഉന്നതിയിലുള്ളവർ ആനമൂളി തോട്ടിൽ കുഴിയെടുത്ത് വെള്ളം ഊറ്റിയെടുത്ത് ചുമന്ന് വീടുകളിൽ എത്തിക്കുന്നത് മലബാർ സിറ്റി ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുറേ കാലം നിൽക്കുന്ന ഒരു പരാതിയാണ്. ഇവിടെ കിണറുകൾ ഒരുപാടുണ്ട്, നേരത്തെയുള്ള ടാങ്ക് ഉണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്. പക്ഷെ കുടിവെള്ളം മാത്രമല്ല, അങ്ങനത്തെ വലിയ പ്രശ്നത്തിലായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വേനൽ രൂക്ഷമായ സമയത്ത് താഴെ പുഴയിൽ പോയി മണ്ണ് മാന്തി എടുത്ത് അതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് കുടിക്കുന്ന ഒരു സാഹചര്യം വരെ
നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാവുകയുണ്ടായി. വലിയ സങ്കടം തോന്നിയ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ പദ്ധതി ഇങ്ങനെ തുടങ്ങി വെച്ചൊരു സമയമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ നാട്ടിലുള്ള പൗരപ്രമുഖരെയും ഒക്കെ സ്ഥാനത്തിൽ വന്ന് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന പരാതികളൊക്കെ പരിഹരിച്ച് നല്ല നില നമ്മുടെ വാട്ടർ കണക്ഷൻ അതിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം ടി.കെ. സീനത്ത് അധ്യക്ഷത വഹിച്ചു. എസ്.ടി. പ്രൊമോട്ടർ എം. സാലി, ഊരുമൂപ്പത്തി ശൈലജ, ടി.പി. ലീല, സി.ആർ. രാധിക എന്നിവർ പ്രസംഗിച്ചു. എടത്തനാട്ടുകര പടിക്കപ്പാടം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റി കാലത്തിനൊപ്പം കരുതലോടെ എന്ന പ്രമേയത്തിൽ വനിതാ ലീഗ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് വനിതാ ലീഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനും എടത്തനാട്ടുകര മേഖല വനിതാ ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതാ ലീഗ് ക്യാമ്പ് വിജയിപ്പിക്കാനും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പായസം ചലഞ്ച് വിജയിപ്പിക്കാനും തീരുമാനിച്ചു. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഗൃഹസന്ദർശന ക്യാമ്പയിന് തുടക്കം കുറിക്കാനും തീരുമാനിച്ചു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയ്യത്ത് പരിപാലനത്തിനുള്ള പ്രത്യേക പരിശീലനം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. പടിക്കപ്പാടം മദ്രസ ഹാളിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് വനിതാ ലീഗ് പ്രസിഡന്റ് നഫീസ പടുകുണ്ടിൽ അധ്യക്ഷയായി. വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി പാത്തുമ്മക്കുട്ടി, റാബിയ ചതുരാല, വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് വി.പി. അബ്ദു, ജനറൽ സെക്രട്ടറി അബൂബക്കർ, ട്രഷറർ റഹീസ് എടത്തനാട്ടുകര, വനിതാ ലീഗ് മേഖലാ ജനറൽ സെക്രട്ടറി ടി.പി. സൈനബ, വി.പി. ജംഷീന തുടങ്ങിയവർ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി, ജ്യോതിസ് വിഭാഗം, നഗരസഭ, IMA സംഘടന, PSSP സുരക്ഷാ പ്രൊജക്ട് എന്നിവരുടെ സഹകരണത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ വിപുലമായ എയ്ഡ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. MS ഡെന്റൽ കോളേജും അൽഷിഫ നഴ്സിംഗ് കോളേജും പരിപാടിയുമായി സഹകരിച്ചു. ജില്ലാ ആശുപത്രി ജ്യോതിസ് കൗൺസിലർ മുഹമ്മദ് ഷെഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകം സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PSSP സുരക്ഷാ പ്രൊജക്ട് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കോലംകണ്ണി മുഖ്യാതിഥിയായിരുന്നു. MS ഡെന്റൽ കോളേജ് പബ്ലിക് ഹെൽത്ത് മേധാവി ഡോക്ടർ സബിൻ സിദ്ദീഖ് എയ്ഡ്സ് ദിന സന്ദേശം നൽകി. ഡോക്ടർ PSSP പ്രൊജക്ട് മാനേജർ സൂരജ്, ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ, സബിന, സുരക്ഷാ പ്രൊജക്ട് കൗൺസിലർ രേഷ്മ, പ്രോഗ്രാം ഓഫീസർ ബോബി, ഔട്ട് റീച്ച് ജീവനക്കാരായ രമ്യ, ശ്രീജ, ലാബ് ടെക്നീഷ്യൻ സജീവ് എന്നിവർ സംസാരിച്ചു. HIV എയ്ഡ്സ് ബോധവൽക്കരണം, HIV അണുബാധ പരിശോധന, റെഡ് റിബൺ ക്യാമ്പയിൻ, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, ലഘുലേഖ വിതരണം, എയ്ഡ്സ് ദിന പ്രതിജ്ഞ, റാലി തുടങ്ങിയ പരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് ലൈസൻസ് ഇല്ലാത്ത തോക്കും തിരകളും മാരകായുധങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശികളായ അബ്ദുൾ സലാം, AK ജമാൽ ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാടുകളിൽ വേട്ടയ്ക്ക് പോകുകയായിരുന്നു പ്രതികളെന്ന് പോലീസ്. ഗോത്രവർഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇടപെട്ടിട്ടും മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് ഭൂമി തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിച്ചില്ല. പല കുടുംബങ്ങളും കഴിയുന്നത് സുരക്ഷയില്ലാതെ ഷീറ്റ് കൊണ്ട് മറച്ച കുടിലുകളിൽ. ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം നൽകണമെന്ന ഉത്തരവിൽ 2 വർഷമായിട്ടും നടപടിയില്ല. കുലുക്കലൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയതയെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും നേതാക്കൾ. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാജ്യം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും A. വിജയരാഘവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.